ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വിവരാവകാശ നിയമത്തിനെ കുറിച്ചിട്ടാണ്. ഇന്ന് നമുക്കറിയാം PSCയിൽ വളരെ ഹോട്ട് ടോപ്പിക് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ഈ അടുത്ത കുറച്ച് കാലങ്ങളിലായിട്ട് വിവരാവകാശ നിയമം ഇല്ലാത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമുക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിവരാവകാശ നിയമത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും അതുപോലെ തന്നെ ഇതിനു മുമ്പ് വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും വെൽക്കം ടു നിഷ്ഠ PSC. എന്താണ് വിവരാവകാശ നിയമം 2005? നമുക്കറിയാം, ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നും വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു നിയമമാണ് വിവരാവകാശ നിയമം 2005 എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ്, അതുപോലെ തന്നെ വാച്ച് ഡോഗ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്നറിയപ്പെടുന്നു. ആൻഡ് ഈ ഒരു വിവരാവകാശ നിയമം ലോക്സഭയിൽ ആദ്യമായിട്ട് പാസ്സാക്കുന്നത് 2005 മെയ് 11-നും അതിന് അടുത്ത ദിവസം തന്നെയാണ് രാജ്യസഭയിൽ, അതായത് മെയ് 12-നാണ് അത് രാജ്യസഭയിൽ പാസ്സാക്കുന്നത്. ജൂൺ 15 ആവുമ്പോൾ അത് പ്രസിഡന്റ് ഒപ്പുവയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഡേറ്റ്സ് ഒക്കെ തന്നെ പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുള്ള ഡേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, അപ്പം ലോക്സഭയിൽ നമ്മൾ പറഞ്ഞു മെയ് 11, രാജ്യസഭ മെയ് 12-ആണ്. പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നതാണെങ്കിൽ നെക്സ്റ്റ് മന്ത് ജൂണിൽ 15-ാം തീയതിയാണ്. ആൻഡ് ആ ഒരു സമയത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാം ആയിരുന്നു. ഓക്കെ, അത് ഓർത്തിരിക്കണം. APJ അബ്ദുൽ കലാം ആയിരുന്നു ആ സമയത്ത് പ്രസിഡന്റ് എങ്കിൽ ആ സമയത്ത് പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് അത് മൻമോഹൻ സിംഗ് ആയിരുന്നു. ഓക്കെ, ഇനി ഇത് നിലവിൽ വന്നത് എപ്പോഴാണ്? അത് 2005 ഒക്ടോബർ 12. ഒത്തിരി പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാണ് വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പം നിലവിൽ വന്ന ഡേറ്റ് ഏതാണ്? അത് 2005 ഒക്ടോബർ 12 ഓക്കെ, ഈ ഒരു നിയമത്തിൽ ടോട്ടൽ 2 പട്ടികകൾ ആണ് ഉള്ളത്. ഓക്കെ, 2 പട്ടികകളുണ്ട്. 6 അധ്യായങ്ങളും അതുപോലെ തന്നെ 31 വകുപ്പുകളും ആണ് ഉള്ളത്. ഓക്കെ, പട്ടികകൾ 2 എണ്ണം, അധ്യായങ്ങൾ 6 എണ്ണം, അതുപോലെ തന്നെ എത്രയാണ് വകുപ്പുകൾ ഉള്ളത്? അത് 31 വകുപ്പുകളാണ് ഉള്ളത്. ഇനി പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമമാക്കി കൊടുത്തിട്ടുള്ള 57ാമത് രാജ്യം ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭ്യമാക്കിയ എത്രാമത്തെ രാജ്യമാണ്? 57ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ആലോചിച്ചിരിക്കേണ്ട ഒരു ഫാക്റ്റ് ഉണ്ട്. നമ്മൾ PSC ഇതുവരെയായിട്ട് തന്നിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് അത് 55 ഓക്കെ, 55 ഇതുവരെയും ഉത്തരമായിട്ട് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി അത് 57. പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ 2 കാര്യങ്ങളും പഠിച്ചു വെക്കുക കേട്ടോ. 55 ഇതിന് മുന്നേ ഒക്കെ ചോദിച്ചിട്ടുള്ളത്. ഇനി 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നിട്ടുള്ള ആദ്യമായിട്ട് വന്നിട്ടുള്ള സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാനാണ്. ഓക്കെ, ഇനി നമുക്ക് നിയമത്തിലേക്ക് നോക്കാം. നമ്മൾ നിയമത്തിലുള്ള അതേ കാര്യങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് വിവരാവകാശ നിയമം വഴി ചെയ്യാൻ സാധിക്കുന്നത്, അതായത് എന്തൊക്കെ വിവരങ്ങളാണ് നമ്മൾക്ക് വിവരാവകാശ നിയമം വഴി ആവശ്യപ്പെടാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. ഫസ്റ്റ് വണ്, പ്രമാണങ്ങളുടെയും രേഖകളുടെയും പരിശോധന നമ്മൾക്ക് ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള പ്രമാണങ്ങൾ ഉണ്ടാവും, രേഖകൾ, പക്ഷേ എക്സെപ്ഷൻസ് അതിലും ഉണ്ട്. അത് നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഒന്ന് നമുക്ക് പറയാവുന്നത് എന്താണ്? പ്രമാണങ്ങളുടെയും രേഖകളുടെയും പരിശോധന നമുക്ക് ചെയ്യാം. ഇനി കുറിപ്പടികൾ എടുക്കുന്നതും പ്രമാണങ്ങളുടെയും രേഖകളുടെയും സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ എടുക്കുന്നതും ഭാഗങ്ങൾ മാത്രം എടുക്കുന്നതും ഒക്കെ തന്നെ പറ്റും. അതായത് വലിയൊരു ഡേറ്റ ഉണ്ട്, ആ ഡേറ്റയിൽ നിന്ന് നമുക്ക് ചെറിയ കുറച്ച് പോർഷൻസ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന പോർഷൻസ് മാത്രമായിട്ട് എടുക്കാം, ഫുള്ളായിട്ട് എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് വിവരാവകാശ നിയമത്തിൽ കൂടി ഇതെല്ലാം എടുത്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഏത് പദാർത്ഥത്തിനെയും സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കാൻ കഴിയും. എന്തിനെങ്കിലുമൊക്കെ സാമ്പിളുകൾ നമുക്ക് വിവരാവകാശ നിയമത്തിലൂടെ എടുക്കാൻ കഴിയും. ഇനി കമ്പ്യൂട്ടറിലോ അതുപോലെ മറ്റ് സംവിധാനങ്ങളിലോ ശേഖരിച്ചു വെച്ചിട്ടുള്ള വിവരങ്ങൾ ഡിസ്കുകൾ, ഫ്ലോപ്പികൾ, ടേപ്പുകൾ, വീഡിയോ കാസറ്റുകൾ മുതലായ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിലോ പ്രിന്റ് ഔട്ടുകൾ വഴിയോ ലഭ്യമാകുന്നതും ഒക്കെ തന്നെ നമുക്ക് എന്താണ് വിവരാവകാശ നിയമത്തിലൂടെ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം എന്തൊക്കെ? ഡിസ്കിലാക്കാം, ഫ്ലോപ്പിയിൽ, ടേപ്പിൽ, അതായത് കമ്പ്യൂട്ടർ റിസോഴ്സസിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു വിവരാവകാശ നിയമം വഴി അതൊക്കെ തന്നെ നമ്മൾക്ക് ആവശ്യപ്പെടാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമത്തിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ എല്ലാവിധ വിവരങ്ങളും നിയമപരമായിട്ട് പ്രാപ്തമാക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? എല്ലാവിധ വിവരങ്ങളും നിയമപരമായിട്ട് പ്രാപ്തമാക്കാൻ പറ്റുമോ? ഇല്ല, അതിൽ കുറച്ച് എക്സെപ്ഷൻസ് പറയുന്നുണ്ട്.
അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റായിട്ടാണ് വരുന്നത്. ഇനി കമ്പ്യൂട്ടറിൽ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ അപേക്ഷകന് നൽകത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണോ? ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോണിക് രൂപത്തിലോ കമ്പ്യൂട്ടറിൽ സംവിധാനത്തിലോ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ നമ്മൾക്ക് ആവശ്യപ്പെടാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളതും തെറ്റാണ്. ഇനി പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷകന് അർഹതയുണ്ട്. നമ്മൾ പറഞ്ഞു പ്രമാണങ്ങളുടെ കാര്യങ്ങൾ അത് പറഞ്ഞു. ഇതൊക്കെ കറക്റ്റ് ആക്ടിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി വിവരാവകാശത്തെ കണക്കാക്കാം. യെസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടാണ് വിവരാവകാശ നിയമമൊക്കെ തന്നെ വരുന്നത്. അപ്പോൾ ഇവിടെ സിയും ഡിയുമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഈ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് അധ്യായം 2 പറയുന്നത് അറിയാനുള്ള അവകാശം അതുപോലെ തന്നെ പൊതു അധികാരികളുടെ കടമകളെയൊക്കെ കുറിച്ചിട്ടാണ്. ഓക്കെ, അറിയാനുള്ള അവകാശം പൊതു അധികാരികളുടെ കടമകളെയും കുറിച്ചിട്ടാണ് അധ്യായം 2 പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഈ നിയമത്തിന്റെ വകുപ്പുകൾക്ക് വിധേയമായിട്ട് എല്ലാ പൗരന്മാർക്കും അറിയാനുള്ള അവകാശമുണ്ട്. എന്താണ് ഓരോ വകുപ്പുകളുണ്ട്, അതിനൊക്കെ വിധേയമായിട്ട് എന്താണ് എല്ലാ പൗരന്മാർക്കും അറിയാനുള്ള അവകാശം ഇത് നൽകുന്നുണ്ട്. ഇനി വിവരങ്ങൾ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മളിൽ നിന്നും എപ്പോഴും അത് മാറ്റിവെക്കും. ഓക്കെ, അത് എന്ത് തരം ഇൻഫർമേഷൻ ആണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും രാഷ്ട്ര സുരക്ഷയെയും യുദ്ധതന്ത്രം ശാസ്ത്ര സാമ്പത്തിക താല്പര്യം ഇതിനൊക്കെ തന്നെ ബാധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ അത് നമുക്ക് ഒരിക്കലും വിവരാവകാശ നിയമത്തിലൂടെ ലഭിക്കില്ല. ഒരു നിയമത്തിൽ വഴി നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ക്രൈറ്റീരിയാസ് ഒക്കെ ഉള്ളതാണെങ്കിൽ പരമാധികാരത്തെയും അഖണ്ഡതയെയും രാഷ്ട്ര സുരക്ഷയെയും യുദ്ധതന്ത്രത്തെയും ശാസ്ത്ര സാമ്പത്തിക താല്പര്യത്തെയും അതുപോലെ തന്നെ നമ്മൾക്ക് അന്തർദേശീയ സൗഹാർദ്ദത്തെയും നമ്മൾക്ക് വേറെ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹാർദ്ദത്തെയൊക്കെ ബാധിക്കുന്ന പ്രതികൂലമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള വല്ല വിവരങ്ങളുമാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് അത് വിവരാവകാശ വഴി ലഭിക്കില്ല. ഇനി കോടതികളുടെയോ ട്രൈബ്യൂണലുകളുടെയോ അവകാശ ലംഘനങ്ങൾക്ക് കാരണമാകുന്നതോ കോടതി ഉത്തരവുകൾ വഴി പരസ്യപ്പെടുത്തുന്നത് തടഞ്ഞിരിക്കുന്നതോ ആയിട്ടുള്ള വിവരങ്ങളും ഒരിക്കലും നമുക്ക് വിവരാവകാശ നിയമത്തിലൂടെ ലഭിക്കില്ല. ഓക്കെ, കോടതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതായത് കോടതികൾ റെസ്ട്രിക്ട് ചെയ്ത് ഈ വിവരങ്ങൾ പുറത്ത് പറയരുത് എന്ന് റെസ്ട്രിക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. ആ കാര്യങ്ങൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വിവരാവകാശ നിയമത്തിലൂടെ നമ്മൾക്ക് തരാനൊന്നും പാടുള്ളതല്ല. ഇനി പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങളുണ്ടാവും. അതായത് എല്ലാവർക്കും നമുക്കറിയാം ഇതൊക്കെ തന്നെ നമ്മളുടെ ഹയസ്റ്റ് അതോറിറ്റീസ് ആണ്. ഇവർക്കൊക്കെ തന്നെ പ്രത്യേകമായിട്ടുള്ള കുറച്ച് അധികാരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ആ അധികാരങ്ങളുടെ ലംഘനമായേക്കാവുന്ന വിവരങ്ങൾ നമ്മൾക്ക് ഒരിക്കലും കിട്ടുന്നതല്ല. ഇനി പൊതു താല്പര്യം ആവശ്യപ്പെടുന്നില്ല എന്ന് യുക്താധികാരിക്ക് തൃപ്തികരമായി ബോധ്യപ്പെട്ടതും മൂന്നാം കക്ഷിയുടെ മത്സരാധിഷ്ഠിത സ്ഥാനത്തിന് ഹാനികരമായേക്കാവുന്നതുമായിട്ടുള്ള വ്യാപാര രഹസ്യങ്ങൾ, സ്വത്ത്, വാണിജ്യ വിശ്വാസ്യത എന്നിവ ഉൾപ്പെടുന്ന വിവരങ്ങൾ, അതായത് നമുക്ക് തേർഡ് പാർട്ടി ഇൻഫർമേഷൻ കിട്ടുന്നതിൽ നല്ല ലിമിറ്റേഷൻസ് ഉണ്ട്. ഇൻ കേസ് ഒരു തേർഡ് പാർട്ടിന്റെ വ്യാപാര രഹസ്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ വിവരങ്ങൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്ത്, വാണിജ്യ വിശ്വാസ്യതയെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ആ വിവരങ്ങൾ ഒരിക്കലും നമ്മൾക്ക് ലഭിക്കില്ല. ഇനി പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധത്തിലൂടെ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ, ചില ആൾക്കാർ തമ്മിൽ പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാവും കുറച്ച് ഇൻഫർമേഷൻസ്. അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാവും അങ്ങനത്തെ ഒരു പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ. ആ വിവരങ്ങളൊന്നും നമ്മൾക്ക് വിവരാവകാശ നിയമത്തിലൂടെ കിട്ടുന്നതല്ല. അപ്പം ആ ഒരു ആ ഒരു റിലേഷൻഷിപ്പിന് നമ്മൾ പറയുന്നത് ഫിഡൂഷ്യറി റിലേഷൻഷിപ്പ് എന്നാണ്. ഓക്കെ, ഈ ഒരു വേർഡ് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ, ഫിഡൂഷ്യറി റിലേഷൻഷിപ്പ്. ഇനി പരസ്പര വിശ്വാസത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള വിവരങ്ങളും നമ്മൾക്ക് കിട്ടില്ല. ഓക്കെ, പരസ്പര വിശ്വാസത്തിൽ എന്താണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വീകരിച്ചിരിക്കുന്ന വിവരങ്ങൾ നമ്മൾക്ക് ഒരിക്കലും ഒരു വിവരാവകാശ നിയമത്തിലൂടെ ലഭിക്കില്ല. അതുപോലെ വ്യക്തികളുടെ ജീവനോ ശാരീരിക സുരക്ഷയ്ക്കോ അപകടത്തിലാക്കുന്നത്, ഓക്കെ, വ്യക്തികളുടെ ജീവനോ ശാരീരിക സുരക്ഷയ്ക്കോ അപകടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കില്ല. കുറ്റവാളികളുടെ വിചാരണയോ അറസ്റ്റിനെയോ അന്വേഷണ പ്രക്രിയയോ തടസ്സം വരുത്തുന്ന എന്തെങ്കിലും വിവരങ്ങളാണെങ്കിൽ അതും കിട്ടില്ല. ഇനി മന്ത്രിസഭകളുടെ പലതരത്തിലുള്ള രേഖകൾ ഉണ്ടാവും, അതിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ആ ഒരു എക്സെപ്ഷൻസ് ഉള്ള രേഖകളൊന്നും തന്നെ നമ്മൾക്ക് ലഭിക്കില്ല. പക്ഷേ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, മന്ത്രിസഭാ തീരുമാനങ്ങൾ എടുക്കാൻ ആധാരമാക്കിയ വസ്തുതകളും കാരണങ്ങളും തീരുമാനങ്ങൾ നടപ്പിലാക്കിയ ശേഷം പരസ്യപ്പെടുത്തണം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുൻപ് ആ വിവരങ്ങളൊന്നും തന്നെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മളുടെ ആ ഒരു ഡിസ്ക്ലോഷറൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അത് പരസ്യപ്പെടുത്തണം. എന്തുകൊണ്ടാണ്, ഏത് ബേസിസിലാണ് നമ്മൾ ഓരോ ഡിസിഷൻസും എടുത്തിട്ടുണ്ട് എന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇനി ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ ലംഘിക്കുന്നതോ
ലംഘിക്കുന്നതുമായിട്ടുള്ള വിവരങ്ങൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരോ അപ്പീൽ അധികാരികളോ ഈ വിവരങ്ങളുടെ വെളിപ്പെടുത്തൽ പൊതുജന താല്പര്യാർത്ഥമാണെന്ന് കാണാത്തിടത്തോളം ഒഴിവാക്കിയിരിക്കുന്നു. ഓക്കെ, ഇപ്പം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വകാര്യമായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെയാണ്. ആ ഇൻഫർമേഷൻസ് ഒരിക്കലും നമ്മൾക്ക് ഡിസ്ക്ലോസ് ചെയ്ത് തരാൻ പറ്റില്ല. ബിക്കോസ് എന്താണ്, അത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രൈവസിയുടെ ബ്രീച്ച് ഓഫ് പ്രൈവസിയാണ് അത് വരുന്നത്. പക്ഷേ ഇൻ കേസ് അത് പൊതുജന താല്പര്യത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ വിവരങ്ങൾ കിട്ടും. അത് പൊതുജന താല്പര്യാർഹമല്ല എന്ന് ഇൻഫർമേഷൻ ഓഫീസർക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ വിവരങ്ങൾ നമ്മൾക്ക് ഒരിക്കലും ലഭിക്കില്ല. ഇനി പാർലമെന്റിന്റെയും നിയമനിർമ്മാണ സഭയുടെയും നിഷേധിക്കാത്ത ഒരു വിവരവും വ്യക്തിക്ക് നിഷേധിക്കുന്നതല്ല. പാർലമെന്റിനും നിയമനിർമ്മാണ സഭകൾക്കും നിഷേധിക്കാത്ത ഒരു വിവരവും ആർക്കും ലഭിക്കില്ല. അത് വ്യക്തികൾക്കും നിഷേധിക്കാൻ നമ്മൾക്ക് പറ്റില്ല. ഓക്കെ, അപ്പം ആ ഒരു ഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പൊതുവിവരത്തിൽ പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഫയലുകളുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫയലുകൾ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി കോടതിയുടെ പരിഗണനയിലുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. കോടതിയിലെ പരിഗണനയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങളാണെങ്കിലും എന്താണ്, നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ലോഗ് ബുക്സ്, ഓരോ ഓഫീസസിനൊക്കെ ലോഗ് ബുക്സ് വേണമെങ്കിൽ നമ്മൾക്ക് ചെക്ക് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പം ഇത് രണ്ടും പറ്റും. അതായത് ഫയലുകളും അതുപോലെ തന്നെ ലോഗ് ബുക്സും ഒക്കെ തന്നെ എന്താണ്, വിവരാവകാശ നിയമം 2005 പ്രകാരം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പൊതുവിവരത്തിൽ പെടുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു 2 ഷെഡ്യൂൾസ് ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 2 പട്ടികകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഷെഡ്യൂൾ, അതാണ് ഫസ്റ്റ് ഷെഡ്യൂളിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഷെഡ്യൂളിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഫോം ഓഫ് ഓത്തിനെ കുറിച്ച്, അതായത് സത്യപ്രതിജ്ഞ, ചീഫ് ഇൻഫർമേഷൻ ഓഫീസേഴ്സും ഇൻഫർമേഷൻ ഓഫീസേഴ്സും അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും സ്റ്റേറ്റിന്റെ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സും ഒക്കെ തന്നെ ആരുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആദ്യത്തെ 1ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി 2ാം പട്ടികയാണ് നമ്മൾക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. 2ാം പട്ടികയിൽ പറയുന്നത് ഇൻഫർമേഷൻ ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ഏതൊക്കെ സ്ഥാപനങ്ങളുടെ ഇൻഫർമേഷൻസ് നമ്മൾക്ക് ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്ത് കിട്ടില്ല എന്ന കാര്യമാണ് സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇന്റലിജൻസ് ബ്യൂറോ ഉണ്ട്, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, അതായത് RAW ഉണ്ട്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ഏവിയേഷൻ റിസർച്ച് സെന്റർ, സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ്, ആസാം റൈഫിൾസ്, സ്പെഷ്യൽ സർവീസ് ബ്യൂറോ, സ്പെഷ്യൽ ബ്രാഞ്ച് ആൻഡമാൻ നിക്കോബാർ, ദ ക്രൈം ബ്രാഞ്ച് ദാദ്ര നാഗർ ഹവേലി, സ്പെഷ്യൽ ബ്രാഞ്ച് ലക്ഷദ്വീപ് പോലീസ്. ഇവർക്കൊക്കെ തന്നെ എന്താണ്, ഇവരുടെ ഒന്നും തന്നെ ഇൻഫർമേഷൻസ് നമ്മൾക്ക് ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്ത് കിട്ടാൻ പറ്റില്ല. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഇതൊക്കെ നമ്മുടെ ലോയും ഫോഴ്സും ഒക്കെ ആയിട്ട്, പോലീസ് അതുപോലത്തെയുള്ള ഡിപ്പാർട്ട്മെന്റ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടില്ല എന്ന് പറയുന്ന സ്ഥാപനങ്ങളിൽ പെടുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ചിട്ടാണ്. വളരെ എത്ര പറഞ്ഞാലും പറയാൻ എന്താ പറയാ നമുക്ക് കഴിയില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്. ഇതിന് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണറെ കുറിച്ച് പറയുന്ന അധ്യായം അഥവാ ചാപ്റ്റർ എന്ന് പറയുന്നത് 3ാമത്തെ ചാപ്റ്ററിൽ 12ാമത്തെ ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ രൂപീകരണത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്? അവിടെ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടാകും. ഓക്കെ, എന്താണ് 1+10 എന്നുള്ള ആ ഒരു ഓർഡറിലാണ് ഇവിടെ വരുന്നത്. ഒരു ചീഫ് ഓഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടാവും, 10ൽ കവിയാൻ പാടില്ല ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് എന്ന് പറയുന്നത്. 10ൽ കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അവിടെ ഉണ്ടാകും. ആൻഡ് ഇവരെല്ലാം തന്നെ നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതി ആയിരിക്കും കേട്ടോ. രാഷ്ട്രപതി ആയിരിക്കും ഇവരെ നിയമിക്കുന്നത്. പക്ഷെ രാഷ്ട്രപതി നിയമിക്കുന്നതിന് മുൻപ് അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാവുന്നുണ്ട്. ഇവരൊക്കെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരെ ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ഓക്കെ, ആ കമ്മിറ്റി ആരൊക്കെയാണോ ശുപാർശ ചെയ്യുന്നത് അവരെയാണ് നമ്മളുടെ രാഷ്ട്രപതി പോയിട്ട് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിലെ മുഖ്യ കമ്മീഷണറായിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള അഡീഷണൽ കമ്മീഷണേഴ്സ്മാരായിട്ടൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കമ്മിറ്റീനെ കുറിച്ച് പറയുന്നുണ്ട്. ആ കമ്മിറ്റിയിൽ 3 അംഗങ്ങളാണ് വരുന്നത്. കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് ഉണ്ടാവുന്നത് എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. ഓക്കെ, കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ്? പ്രധാനമന്ത്രിയായിരിക്കും. പിന്നെ 2 പേരുള്ളത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുമായിരിക്കും. ഓക്കെ, അപ്പം കമ്മിറ്റിയിൽ 3 അംഗങ്ങളുണ്ട്. അവരാണ് സെൻട്രൽ
ഇൻഫർമേഷൻ കമ്മീഷന്റെ ആൾക്കാരെ ഡിസൈഡ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഡിസിഷൻ അവർ രാഷ്ട്രപതിയോട് പറയുകയും രാഷ്ട്രപതി പിന്നീട് അവരെ അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട്? അധ്യക്ഷനായിട്ട് പ്രധാനമന്ത്രിയുണ്ട്, ലോക്സഭാ പ്രതിപക്ഷ നേതാവുണ്ട്, പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും കൂടി അതിൽ ഉണ്ടാവും. ഇനി എന്തൊക്കെയാണ് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഡ്യൂട്ടീസ് എന്നൊക്കെ പറയുന്നത്? കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണറുടെ മേൽനോട്ടം, ഭരണ നടത്തിപ്പ്, കാര്യനിർവഹണം മുതലായ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടത് ആരാണ്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഇൻഫർമേഷൻ കമ്മീഷണർമാരും അവിടെ ഉണ്ടാവും. ഇനി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും പൊതുജീവിതത്തിൽ ശ്രേഷ്ഠരും നിയമം, ശാസ്ത്ര സാങ്കേതികം, സാമൂഹ്യ സേവനം, പത്രപ്രവർത്തനം, ബഹുജന മാധ്യമങ്ങൾ, ഭരണനിർവഹണം എന്നീ മേഖലകളിൽ വിപുലമായ അറിവും അനുഭവവും ഉള്ള ആളുകളായിരിക്കണം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് അത്രയും നല്ല നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം എപ്പോഴും ഇൻഫർമേഷൻ കമ്മീഷന്റെ തലപ്പത്തേക്ക് വരുന്നത്. ഓക്കെ, അവരുടെ ജീവിതത്തിൽ അവർ ശ്രേഷ്ഠരായിരിക്കണം. ഭരണനിർവഹണം, നിയമം, ശാസ്ത്ര സാങ്കേതികം, സാമൂഹ്യ സേവനം ഈ മേഖലകളിൽ വിപുലമായിട്ടുള്ള അറിവുള്ള ആൾക്കാരെ ആയിരിക്കണം എപ്പോഴും ഈ ഒരു കമ്മീഷനിലേക്ക് എടുക്കുന്നത്. ഇനി ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്തിരിക്കണം. ഇത് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു പോയിന്റ് ആണ് അടുത്തത്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും പാർലമെന്റിലോ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലോ ഒരിക്കലും അംഗങ്ങളായിരിക്കരുത്. ഓക്കെ, ഒരു അംഗങ്ങളായിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ബയസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്ലോസ് അവിടെ വെച്ചിരിക്കുന്നത്. എന്താണ്, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഇൻഫർമേഷൻ കമ്മീഷണർമാരും പാർലമെന്റിലോ അതുപോലെ തന്നെ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലോ അംഗങ്ങൾ ആയിരിക്കരുത്. അവർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്നതോ വ്യാപാരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിലിൽ വ്യാപൃതരോ ആയിരിക്കരുത്. അതായത് ഈ ഒരു കമ്മീഷനിലേക്ക് നിയമിക്കപ്പെടുന്ന ആൾക്കാർ വേറെ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളായിരിക്കരുത്, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായിരിക്കരുത്, അതുപോലെ തന്നെ ഒരു ഔദ്യോഗിക പദവി നിർവഹിക്കുന്ന ഒരു ആളായിരിക്കരുത്. എന്നീ കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത്, ഇനി ഇവരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 5 വർഷമായിരിക്കും. ഓക്കെ, ഇവരുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? 5 വർഷമായിരിക്കും. വിരമിച്ച ഒരാളെ വീണ്ടും അതേ പദവിയിൽ ഇവിടെ നിയമിക്കുന്നില്ല. ഓക്കെ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് നിയമിച്ചിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു കാലാവധിക്ക് ശേഷം ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും അവിടെ ഒരു എൻട്രി അവിടേക്ക് കിട്ടുന്നില്ല. ഒരു ഇൻഫർമേഷൻ കമ്മീഷണറും 65 വയസ്സിന് ശേഷം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പദവി വഹിക്കുവാൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പം ഇവരുടെ കാലാവധി എത്രയാണ് പറയുന്നത്? 5 വർഷം അഥവാ 65 വയസ്സ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വേറെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടതെന്ന് പറയുന്നത് 2019 ഇവിടെ ഒരു അമെൻമെന്റ് വരുന്നുണ്ട്. ഓക്കെ, വിവരാവകാശ നിയമത്തിൽ ഒരു അമെൻമെന്റ് വന്നതിന് ശേഷം അവിടെ വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കാലാവധി എപ്പോഴും നിർണ്ണയിക്കുന്നത് അത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് ആണ് കാലാവധി നിർണ്ണയിക്കുന്നത്. ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെന്റ് നിർണ്ണയിച്ചിട്ടുള്ള കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഓക്കെ, പക്ഷെ അങ്ങനെ അതൊരു എന്താ പറയുക സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല, അതിൽ ചേഞ്ചസ് വരാം. കാരണം സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇനി മുതൽ എത്ര വർഷം ഇവർ അവിടെ ഒരു തുടരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആൻഡ് ഒരിക്കൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആയിട്ടുള്ള വ്യക്തിക്ക് വീണ്ടും ആ ഒരു പദവിയിൽ നിർവഹിക്കാൻ പറ്റുന്നതല്ല എന്നുകൂടി അവരവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാ ഇൻഫർമേഷൻ ഉദ്യോഗസ്ഥരും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് നിയമിക്കപ്പെടാൻ യോഗ്യതയുള്ളവരാണ്. അതായത് ഇൻഫർമേഷൻ കമ്മീഷണർമാരായിട്ടുണ്ടായിരുന്ന വ്യക്തികൾക്ക് വേണമെങ്കിൽ എന്താവാം, അവർക്ക് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് നിയമിക്കപ്പെടാനുള്ള യോഗ്യതയുണ്ട്. അപ്പോഴും ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ കാലാവധിയും ഇതൊരു പ്രകാരം 5 വർഷം തന്നെയാണ് വരുന്നത്. ആൻഡ് ഒരിക്കലും ആ ഒരു 5 വർഷത്തിന് എക്സീഡിങ് ആയിട്ട് അവർക്ക് ഈ ഒരു പദവി, ഇപ്പം അദ്ദേഹം ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് ഒരു 3 വർഷം അവിടെ ഉണ്ടായിട്ടുണ്ടായതിനു ശേഷമാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആവുന്നത് എങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു 2 വർഷം കൂടിയേ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് തുടരാൻ പറ്റുള്ളൂ. വീണ്ടും അദ്ദേഹത്തിന് ഒരു 5 വർഷത്തിന്റെ എന്താ പറയുക അഡീഷണൽ ടൈം കിട്ടുന്നില്ല. ടോട്ടൽ 5 വർഷമായിരിക്കും. അതിൻ്റെ ഉള്ളിൽ തന്നെ വേണം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആവാനും അതുപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മീഷണർ ആവാനും ഒക്കെ. ഓക്കെ, ഇനി ഇവരുടെ സത്യപ്രതിജ്ഞ ആരുടെ മുന്നിലായിരിക്കണം? രാഷ്ട്രപതിയുടെ മുന്നിലായിരിക്കണം. അതാണ് അടുത്തതിൽ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രപതിയുടെയോ അല്ലെങ്കിൽ അദ്ദേഹത്താൽ നിയുക്തനായിട്ടുള്ള ഒരാളുടെയോ മുന്നിലായിരിക്കണം 1-ാം പട്ടികയിൽ പ്രതിപാദിച്ചിട്ടുള്ള രീതിയിൽ പ്രതിജ്ഞ എടുക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ഷെഡ്യൂൾ 1 ഓത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓത്ത് പ്രകാരം മീൻസ് ആ ഒരു ഷെഡ്യൂൾ പ്രകാരം രാഷ്ട്രപതി ആയിരിക്കണം ഒരു സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിലുള്ള അധികാരികൾക്കൊക്കെ തന്നെ നാം എന്ത് കൊടുക്കേണ്ടത്? സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടത്. ഇനി ഇവർ രാഷ്ട്രപതിക്ക് ആണ് രാജിക്കത്തും സമർപ്പിക്കേണ്ടത്. രാഷ്ട്രപതിയാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്, നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പം എന്താണ്, രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും രാഷ്ട്രപതിക്കാണ്, നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളതും അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് തന്നെയാണ്. ഇനി
എന്തുകൊണ്ടൊക്കെയാണ് നമ്മൾക്ക് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും അവരുടെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത് അപമര്യാദയായിട്ടുള്ള അവരുടെ പെരുമാറ്റമോ അല്ലെങ്കിൽ അവരുടെ കഴിവില്ലായ്മയോ ആയിരിക്കും. മെയിൻ ആയിട്ടുള്ള റീസൺസ് ഇതാണ്. ഓക്കെ, അപമര്യാദയായിട്ട് അവരുടെ പെരുമാറ്റമോ അല്ലെങ്കിൽ കഴിവില്ലായ്മയോ ആധാരമാക്കിയാണ് ഒരു ഉത്തരവ് മുഖേന രാഷ്ട്രപതി അവരെ നീക്കം ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറെ ഉണ്ടാവുന്ന കാര്യം എന്ന് പറയുന്നത് അവരെ ഒന്നെങ്കിൽ പാപ്പരായിട്ടുണ്ടാവണം, പാപ്പരായിട്ടുള്ള ആൾക്കാർ, അതായത് ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ സദാചാര അപഭ്രംശം ഉൾക്കൊള്ളുന്ന ഒരു കുറ്റത്തിന് അപരാധിയായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, ഇനി പ്രതിഫലം പറ്റുന്ന മറ്റേതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ശാരീരികമായോ മാനസികമായിട്ടുള്ള ബലക്ഷയം, അതായത് മെന്റലി ഇല്ലായിട്ടുള്ളതോ അല്ലെങ്കിൽ ഫിസിക്കലി ഇല്ലായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇനി പക്ഷപാതപരമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണെന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? രാഷ്ട്രപതിക്ക് ഒരു ഉത്തരവോട് കൂടിയിട്ട് അവരെ ഈ ഒരു പൊസിഷനിൽ നിന്ന് നീക്കം ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ അപ്പോഴും ഓർത്തിരിക്കേണ്ടെന്ന കാര്യം പറയുന്നത്, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആണെങ്കിലും അവർക്ക് അവരുടെ ഭാഗം പറയാനുള്ള ഒരു ടൈം കൂടി ഇതിൽ കൊടുത്തിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? CIC ഭവനാണ് കേട്ടോ. CIC ഭവൻ ഡൽഹിയാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷെ മുൻപ് അതിന്റെ പേരെന്ന് പറയുന്നത് അത് ഓഗസ്റ്റ് ക്രാന്തി ഭവനായിരുന്നു. ഓക്കെ, ഓഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നത് നമ്മളുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷന്റെ ആദ്യത്തെ പേരായിരുന്നു. ഇപ്പം അത് CIC ഭവനാണ്. ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്നത് അത് വജാഹത്ത് ഹബീബുള്ളയാണ്. ഓക്കെ, ഓർത്തിരിക്കട്ടെ, വജാഹത്ത് ഹബീബുള്ളയാണ് നമ്മുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആവുന്ന ആദ്യത്തെ വനിത ദീപക് സന്ധുവും രണ്ടാമത്തെ വനിത അത് സുഷമ സിംഗും ആയിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിട്ടുള്ള 2 വനിതകൾ ആരൊക്കെയാണെന്നുള്ളത് അതേ ഓർഡറിലൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട്. സുഷമ സിംഗും ദീപക് സന്ധുവാണ്. ഈ ഒരു ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നുള്ളതാണ്. 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു എന്നുള്ളത് നമുക്കറിയാം. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ചെയർമാനെയും കമ്മീഷണർമാരെയും പ്രധാനമന്ത്രി നിയമിക്കുന്നു. അല്ല, നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയല്ല, രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് ആൾക്കാരെ ശുപാർശ ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ നിയമിക്കുന്നത് അവിടെ രാഷ്ട്രപതിയാണ്. ഇനി 2005 ഒക്ടോബർ 24 നിലവിൽ വന്നു എന്ന് പറയുന്നുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓക്കെ, അപ്പം ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ചിട്ടാണ്. അത് രൂപീകൃതമായത് എപ്പോഴായിരുന്നു? 2005 ഡിസംബർ 19 ഇത് രൂപീകൃതമാകുന്നത്. അത് അധ്യായം 4 പറയുന്നത് കേട്ടോ. സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് അധ്യായം 4 ആർട്ടിക്കിൾ 15 പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ആരൊക്കെയാണ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്? ഒരു സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടാവും. 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാർ. സെയിം അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. 1+10 നോട്ട് മോർ ദാൻ 10 ഉള്ള ആ ഒരു ഇതിലാണ് വരുന്നത്. ഇനി ഇവിടെയും അതുപോലെ തന്നെ ഇവരെ നിയമിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ട്. ആൾക്കാരെയൊക്കെ ശുപാർശ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. അതിൽ 3 പേര് തന്നെയാണ് ഉള്ളത്. അവിടെയും ഇവിടെയും ഒക്കെ സ്ട്രക്ചേഴ്സ് ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത്. ഇവിടുത്തെ മെയിൻ ആൾ ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. അവിടെ പ്രധാനമന്ത്രി ആകുമ്പോൾ അദ്ദേഹത്തിന് ഇക്വലന്റ് ആയിട്ട് ഇവിടെ മുഖ്യമന്ത്രി വരും. അവിടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഇവിടെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. പിന്നെ അവിടെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്ത ഒരു ക്യാബിനറ്റ് മന്ത്രി വന്നു. ഇവിടെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയാണ് വരുന്നത്. ഈസിയാണ് ഈ കാര്യങ്ങൾ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി പാർലമെന്റിലോ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലോ അംഗങ്ങളായിരിക്കരുത് എന്നുള്ളത് നമ്മൾ നേരത്തേലും പറഞ്ഞു. ഇവിടെ അതേ കാര്യങ്ങളാണ് പറയുന്നത്. സെയിം കാര്യം. രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ ഔദ്യോഗിക പദവി വഹിക്കാനോ വ്യാപാരത്തിൽ ഏർപ്പെടാനോ വേറൊരു തൊഴിലിൽ ഏർപ്പെടാനോ ഒന്നും തന്നെ ഇവർക്ക് പാടുള്ളതല്ല. ഇനി സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ സേവന വ്യവസ്ഥകളും ശമ്പള ആനുകൂല്യങ്ങളും ഇലക്ഷൻ കമ്മീഷണറുടേതിന് തുല്യമായിരിക്കും. ഇത് എടുത്തെടുത്ത് ഈ ഒരു ലോയില് നിങ്ങൾ ഈ ഒരു നിയമം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇത് എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷണർക്ക് തുല്യമായിട്ടാണ് ഇവരുടെ സേവന വ്യവസ്ഥകളും ശമ്പളങ്ങളും ഒക്കെ ഉള്ളത്, സംസ്ഥാനത്തിൻ്റെത് കേട്ടോ. ഇനി സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണറുടെ സേവന വ്യവസ്ഥകളും ശമ്പള ആനുകൂല്യങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിയുടേതിന് തുല്യമാണ്. ഇവിടെ ഈ സംസ്ഥാനത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്നാണ് പറയുന്നത്. അത് ഇലക്ഷൻ കമ്മീഷണറുടേതിന് തുല്യമാണ്. ഇതിപ്പോ സംസ്ഥാനത്ത് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ആണെങ്കിൽ അവരുടെ ശമ്പളാനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സംസ്ഥാന സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിക്ക് തുല്യമായിട്ടാണ് ലഭിക്കുന്നത്. ഇനി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. 2005 വിവരാവകാശ നിയമത്തിനനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു.
ഫസ്റ്റ് വണ്, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് ആ പദവിയിൽ തുടരാൻ വയസ്സ് സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് തെറ്റാണ്. നമുക്കറിയാം 5 വർഷം 65 വയസ്സ് എന്നുള്ളത് 2005 വിവരാവകാശ നിയമത്തിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ അപ്പോഴും ഓർക്കുക, നമുക്ക് അതിനുശേഷം ഭേദഗതിയൊക്കെ വന്നതിന് ശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ എടുത്ത് ചോദിച്ചിട്ടുള്ളത് 2005 വിവരാവകാശ നിയമത്തിനെ കുറിച്ചിട്ടാണ്. അപ്പം ആ ഒരു നമ്മുടെ ഒറിജിനൽ ആക്ടിനെ മാത്രമാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി സംസ്ഥാനത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആ പദവിയിൽ നിന്നും രാജിവെക്കണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനിൽ പക്ഷേ എങ്ങനെയാണ് അവിടെ നിയമിക്കുന്നത്? ഗവർണറാണ് നിയമിക്കുന്നതെങ്കിൽ നിയമനാധികാരിക്ക് തന്നെ ആയിരിക്കും നമ്മൾ രാജിക്കത്തും കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ മുഖ്യമന്ത്രിയല്ല വരിക, അവിടെ ഗവർണറാണ് വരേണ്ടത്. ഇനി സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്താൻ സാധ്യമല്ല എന്നുള്ളത് എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ള പോയിന്റ് ആയിരുന്നു. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ശരിയായിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. നമ്മൾ ഇത് രണ്ടും ഇപ്പൊ പഠിച്ചു. അപ്പോൾ അത് ശരിയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10ൽ കവിയാത്ത അംഗങ്ങൾ ഇതിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതും ശരിയാണ്. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം. അതും ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ അതിനെക്കുറിച്ച് പിഴയുടെ കാര്യമൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഇനി കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോടതിയുടെ പരിഗണനയിലെ വിവരങ്ങളൊക്കെ വെളിപ്പെടുത്താൻ നമ്മൾക്ക് അധികാരമില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ കറക്റ്റ് ആണ്. അപ്പം എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നുള്ളത് ഈ ഒരു ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഫീസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി കുറച്ച് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. 10 രൂപയാണ് നമ്മൾ ആദ്യം അടയ്ക്കേണ്ടത്. പിന്നെ BPL വിഭാഗക്കാർക്ക് പക്ഷേ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അവർക്ക് ഫീസിൽ നിന്ന് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, BPL വിഭാഗക്കാരാണെങ്കിൽ അവർക്ക് അവിടെ ഫീസൊന്നും കൊടുക്കാതെ തന്നെ വിവരാവകാശ നിയമത്തിലൂടെ വിവരങ്ങളൊക്കെ തന്നെ കിട്ടും. പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് ഫോട്ടോ കോപ്പീസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 20 കോപ്പീസ് വരെ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം 20 കോപ്പീസ് മാത്രമേ ഉള്ളൂ ഇവർക്ക് എടുക്കാൻ കഴിയുക, ഫ്രീ ആയിട്ട് എടുക്കാൻ കഴിയുക. പിന്നെ ചാർജ് ഉണ്ടാവും. ഇനി A4 സൈസ് പേപ്പറിലാണ് നമുക്ക് വിവരം വേണ്ടെങ്കിൽ നമ്മൾക്ക് 3 രൂപ പെർ പേജ് കൊടുക്കണം കേട്ടോ. 3 രൂപ പെർ പേജ് ആണ് A4 സൈസിൽ ഒരു പേപ്പറിലാണ് നമുക്ക് വിവരം ലഭിക്കേണ്ടതെങ്കിൽ കൊടുക്കേണ്ടത്. പക്ഷെ പണ്ടാണെങ്കിൽ അത് 2 ആയിരുന്നു. ഓക്കെ, ഇത് നമ്മളുടെ 2019 ഭേദഗതിക്ക് ശേഷമാണ് 3 രൂപയാക്കിയത്. മുൻപ് 2 ആയിരുന്നു. ഇനി CD ഫ്ലോപ്പിയിലൊക്കെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഇലക്ട്രോണിക് മാധ്യമത്തിലാണ് നമുക്ക് വിവരം വേണ്ടതെങ്കിൽ അവിടെ 75 രൂപയാണ് കൊടുക്കേണ്ടത്. എന്നാൽ പണ്ടാണെങ്കിൽ അത് 50 രൂപയേ ഉള്ളായിരുന്നു. ഓക്കെ, പണ്ട് 50 ആയിരുന്നു, ഇപ്പം 75 ആണ്. ഇനി A3 മുതലായിട്ടുള്ള വലിയ പേജിന് യഥാർത്ഥത്തിൽ ചെലവാകുന്ന തുക എത്രയാണോ ആ ഒരു തുക തന്നെ നമുക്ക് കൊടുക്കേണ്ടത്. ഇനി വിവരം നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യ 1 മണിക്കൂർ സൗജന്യവും തുടർന്നുള്ള ഓരോ 30 മിനിറ്റിന് 10 രൂപ വീതവും കൂടി ഈടാക്കും. അപ്പം ആദ്യത്തെ 1 മണിക്കൂർ നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. എത്ര വിവരങ്ങളൊക്കെ എന്താണ് വിവരം വേണ്ടത് വെച്ചാൽ നമുക്ക് അതൊക്കെ എടുക്കാൻ പറ്റും. ഫസ്റ്റ് ഒരു മണിക്കൂർ അത് ഫ്രീ ആയിട്ട് എടുക്കാം. പക്ഷെ ബാക്കിയുള്ള ടൈമിലേക്ക് ഓരോ മണിക്കൂറല്ല, ഓരോ അരമണിക്കൂറിന് നമ്മൾ 10 രൂപ വീതം കൊടുക്കേണ്ടി വരും. ഇനി അപേക്ഷകൾ തീർപ്പാക്കാൻ നമുക്കറിയാം. അപേക്ഷകളൊക്കെ തന്നെ നമ്മൾ ആർക്കാണ് കൊടുക്കേണ്ടത്? ഒന്നെങ്കിൽ നമ്മൾ പബ്ലിക് ഇൻഫർമേഷനോ എല്ലാ ഓഫീസുകളിലും, ഇപ്പം നമ്മൾ ഏത് സർക്കാർ ഓഫീസുകളിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്, അവിടെ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഒരു ക്യാബിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. ആൻഡ് ഇവരെങ്ങനെയൊക്കെയാണ് അപേക്ഷ തീർപ്പാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 7 എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 7 എന്താണ് പറയുന്നത്? അപേക്ഷകളുടെ തീർപ്പാക്കലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇൻഫർമേഷൻ കമ്മീഷണർ തനിക്ക് ലഭിച്ച പരാതിക്ക് മറുപടി എത്ര ദിവസത്തിനധികം കൊടുക്കണം? 30 ദിവസത്തിനകം കൊടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻഫർമേഷൻ ഓഫീസർക്കാണ്, അതായത് മെയിൻ ആയിട്ടുള്ള പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് പരാതി ലഭിക്കുന്നതെങ്കിൽ അദ്ദേഹം 30 ദിവസത്തിനുള്ളിലാണ് അപേക്ഷകളൊക്കെ തീർപ്പാക്കി കൊടുക്കേണ്ടത്. എന്നാൽ നമ്മൾ കൊടുക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചും കൂടി ടൈം എക്സ്ട്രാ ഉണ്ട്. 35 ദിവസം കിട്ടും. കാരണം അദ്ദേഹം കുറച്ചും കൂടി, നമ്മൾക്കറിയാം, ആ ഒരു ഹയറാർക്കിയിൽ കുറച്ച് താഴെ വരുന്ന ആളാണ്. അപ്പം ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ ഇത്തിരിയും കൂടി സമയം വേണം. അപ്പം ഇൻഫർമേഷൻ ഓഫീസറുടെ 30 ദിവസമാണെങ്കിൽ അസിസ്റ്റന്റ് ആകുമ്പോഴത്തേക്ക് അത് എത്രയാണ്? അത് 35 ദിവസമായിട്ട് മാറും. ഇനി ഇൻ കേസ് അത് ഒരു വ്യക്തിയുടെ ജീവനോ സ്വത്തിലെയോ സ്വാതന്ത്ര്യത്തെയോ ഒക്കെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? അത് 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ വളരെ അർജന്റ് ആയിട്ട് 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ അപേക്ഷയ്ക്കുള്ള ഒരു തീർപ്പ് കൽപ്പിച്ച് നൽകേണ്ടതാണ്.
ഇനി ആവശ്യപ്പെട്ട വിവരം സമയപരിധിക്കുള്ളിൽ നൽകാത്ത പക്ഷം ആ വിവരം അപേക്ഷകന് സൗജന്യമായിട്ട് നൽകേണ്ടതാണ്. ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് 30 ദിവസത്തിനുള്ളിൽ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് എക്സ്ട്രാ ആയിട്ട് ഒരു പൈസയൊന്നും കൊടുക്കേണ്ട, നമുക്ക് സൗജന്യമായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ ലഭിക്കും. ഇനി നമ്മൾ ഇപ്പം ചോദിക്കുന്നത് ഒരു തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ആണെങ്കിൽ അവിടെ ടൈം കുറച്ചും കൂടി എക്സ്ട്രാ എടുക്കും. അത് 40 ദിവസമാണ്. ഓക്കെ, 40 ദിവസത്തോളം എടുത്തിട്ടാണ് മൂന്നാം കക്ഷിയുടെ വിവരങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നത്. ആൻഡ് ഈ ഒരു 40 ദിവസത്തിന് ശേഷം നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ നമ്മൾക്ക് അവിടെ സൗജന്യമായിട്ട് ലഭിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഫർമേഷൻ ഓഫീസറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസറും ഒക്കെ തന്നെ 30-35 ദിവസങ്ങളിലായിട്ട് നമ്മൾക്ക് തിരിച്ച് ഒരു റിപ്ലൈ തരും. ആൻഡ് ഇൻ കേസ് ആ റിപ്ലൈ നമ്മൾക്ക് അത്ര ഫീസിബിൾ അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല, നമ്മൾക്ക് അതിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നാണെങ്കിൽ നമ്മൾക്ക് 2 വട്ടം അപ്പീൽ കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഓക്കെ, ഫസ്റ്റ് അപ്പീൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾക്ക് എപ്പോഴാണോ മറുപടി ലഭിച്ചത് അല്ലെങ്കിൽ നമ്മൾക്ക് മറുപടി ലഭിക്കേണ്ട സമയം എത്രയായത്, അതായത് ഇപ്പം ഇൻ കേസ് അത് 30 ദിവസത്തിന് ശേഷവും നമ്മുടെ ഇൻഫർമേഷൻ കമ്മീഷണർ പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷണർ ഒരു മറുപടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ദിവസം മുതൽ 30 ദിവസത്തിനുള്ളിൽ നമ്മൾക്ക് എന്ത് കൊടുക്കാം, ഒന്നാമത്തെ അപ്പീൽ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു മറുപടി ലഭിച്ചു പക്ഷെ നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല, അങ്ങനെയാണെങ്കിലും നമ്മൾക്ക് എന്നാണോ മറുപടി ലഭിച്ചത് ആ ദിവസം മുതൽ 30 ദിവസത്തിനുള്ളിൽ ഒന്നാമത്തെ അപ്പീൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ അപ്പീൽ കൊടുക്കുന്നത് ഒന്നാമത്തെ അപ്പീലിൻ്റെ ഒരു മറുപടി വരുമല്ലോ, ഒന്നാമത്തെ അപ്പീൽ ഒരു മറുപടി, അതായത് 30 ദിവസത്തിനുള്ളിലാണ് മറുപടിയൊക്കെ നമുക്ക് കിട്ടേണ്ടത്. 30 ദിവസത്തിനുള്ളിൽ ആ ഒരു മറുപടിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾക്ക് തോന്നുകയാണ് ഇതും അത്ര സാറ്റിസ്ഫാക്ടറി അല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ രണ്ടാം അപ്പീൽ കൊടുക്കും. അത് കൊടുക്കുന്നത് ഒന്നാമത്തെ അപ്പീൽ കിട്ടി 90 ദിവസത്തിനുള്ള, അതായത് 3 മാസം അവിടെ ടൈം കിട്ടുന്നുണ്ട് രണ്ടാം അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, 90 ദിവസത്തിനുള്ളിലാണ് നമ്മൾ രണ്ടാം അപ്പീൽ കൊടുക്കേണ്ടത്. പക്ഷെ രണ്ടാം അപ്പീൽ തീർപ്പാക്കുന്നത് എത്ര സമയം എടുത്ത് വേണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ നിയമത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഒന്നാമത്തേന് പറയുന്നുണ്ട് 30 ദിവസമാണ് എന്നുള്ളത് പറയുന്നുണ്ടെങ്കിലും രണ്ടാമത്തേന് അങ്ങനെ ഒരു കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല. ആ ഒരു കാര്യം ഓർത്തു വെച്ചേക്കാം കേട്ടോ. ഇനി പെനാൽറ്റിയുടെ കാര്യങ്ങൾ പറയാം. എന്തുകൊണ്ടൊക്കെ നമ്മുടെ ഇൻഫർമേഷൻ ഓഫീസർക്ക് പെനാൽറ്റി വരാം, എന്തൊക്കെയാണ്? ന്യായമായ കാരണങ്ങൾക്കല്ലാതെ വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അപേക്ഷ നിരസിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, എന്തെങ്കിലും ഒരു അത്ര കാര്യമായിട്ടുള്ള കാര്യത്തിനല്ലാതെ വിവരം തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അദ്ദേഹത്തിന് പെനാൽറ്റി കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടില്ലെങ്കിൽ, ഇനി അറിഞ്ഞുകൊണ്ട് തെറ്റായതോ അപൂർണമായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിവരങ്ങൾ നൽകുന്നതിന് വിഘാതമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ലഭിക്കും? ഓരോ ദിവസത്തെയും 250 രൂപ പിഴയായിട്ട് കമ്മീഷണർ ചുമത്താൻ പറ്റുന്നതാണ്. അതായത് ഏതാണോ ഇൻഫർമേഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് എത്ര ദിവസം ലാഗ് വന്നോ അത്രയും ദിവസത്തിന് ഓരോ ദിവസത്തേക്ക് 250 എന്ന രീതിയിൽ നമ്മൾക്ക് പിഴ ഈടാക്കാൻ പറ്റും. ആൻഡ് മാക്സിമം ഈ പിഴ എന്ന് പറയുന്നത് 25,000 രൂപ വരെ പോകാൻ പറ്റുള്ളൂ. മീൻസ് മാക്സിമം അത്ര വരെ പോവുള്ളൂ, അതിൽ അപ്പുറത്തേക്ക് നമ്മൾക്ക് ശിക്ഷ അല്ലെങ്കിൽ ആ ഒരു തുക എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതായത് 250 to 25,000 ആണ് പെനാൽറ്റി. ഓക്കെ, ഇനി വിവരാവകാശ ഭേദഗതി നിയമം 2019 അത് ലോക്സഭയിൽ പാസ്സാക്കുന്നത് ആരാണ്? അത് 2019 ജൂലൈ 22 ഇത് പാസ്സാക്കുന്നത്. ആൻഡ് ലോക്സഭയിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ജിതേന്ദ്ര സിംഗ് ആയിരുന്നു. ഓർത്തിരിക്കട്ടോ, ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ട ആള് ജിതേന്ദ്ര സിംഗ് ആണ്. ആൻഡ് അത് പാസ്സാവുന്നത് ജൂലൈ 22 ജൂലൈ 25 ഇത് രാജ്യസഭ പാസ്സാക്കുകയും ഓഗസ്റ്റ് 2019 ഓഗസ്റ്റ് 1 ഇത് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. ആൻഡ് ഈ ഒരു വിവരാവകാശ ഭേദഗതി നിയമത്തിലൂടെ മെയിൻ ആയിട്ടും ഒരു ഭേദഗതികൾ വന്നിട്ടുള്ളത് 3 ആർട്ടിക്കിൾസ് ആണ്. ഈ ഒരു ആർട്ടിക്കിൾസ് നോക്കി വെച്ചേക്കുക. 13, 16, 27. ഓക്കെ, 13, 16, 27 വകുപ്പുകളിലാണ് ഇവിടെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്താണ് 13? ഇവിടെ ഞാൻ നിയമത്തിൽ നിന്നും അതേപോലെ എടുത്ത് പേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, എന്താണ് 13 പറയുന്നത്? എന്താണ്? ദ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഷാൽ ഹോൾഡ് ഓഫീസ് ഫോർ സച്ച് ടേം ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ഏത് ടേം ആണോ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അത്ര ടൈം വരെ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അയാളുടെ ഓഫീസ് ഹോൾഡ് ചെയ്തിരിക്കണം. അതായത് അദ്ദേഹം അത്രയും കാലം ആ ഒരു ഓഫീസിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ഹി ഷാൽ നോട്ട് ബി എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെന്റ്. അത് നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഒറിജിനലിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യമാണ്. റീ അപ്പോയിൻമെന്റിന് അദ്ദേഹം എലിജിബിൾ ആയിട്ടുള്ള കാര്യം അല്ല എന്നുള്ളത്. പ്രൊവൈഡഡ് ദാറ്റ് നോ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഷാൽ ഹോൾഡ് ഓഫീസ് ആസ് സച്ച് ആഫ്റ്റർ ഹി ഹാസ് അറ്റൈൻഡ് 65 years. ഓക്കെ, 65 years അധികമായിട്ടുണ്ടെങ്കിലും എന്താണ്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആവാൻ പറ്റില്ല. അപ്പം എന്താണ് ഭേദഗതി വന്നിട്ടുള്ളത്? എന്താണ് ഇവിടെ ഈ ഒരു ടേം ഡിസൈഡ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ഒരു കാര്യം വന്നിട്ടുള്ളത്. അതായത് 13ാമത്തെ ആർട്ടിക്കിളിലാണ് ആ ഒരു കാര്യം പറയുന്നത്. ഇവിടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ കുറിച്ചിട്ടാണ്, അതായത് സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ കാര്യമാണ് പറയുന്നത്.
ഇനി 16ാമത്തെ ആർട്ടിക്കിളിലാണെങ്കിൽ ഇവിടെ സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. സെയിം കാര്യം ഇവിടെ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും സെൻട്രൽ ഗവൺമെന്റ് ഏതാണോ ടേം പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആ ടൈമിലേക്ക് തന്നെ ആയിരിക്കണം സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും നിയമനം എന്ന് പറയുന്നത്. എത്രയാണോ അത്രയും കാലം അവരവിടെ ഉണ്ടായിരിക്കണം. റീ അപ്പോയിൻമെന്റിന് അവരും എലിജിബിൾ അല്ല. 65 വയസ്സ് വരെയാണ് അവരത് ഹോൾഡ് ചെയ്യേണ്ടത്. ആ കാര്യങ്ങളൊക്കെ തന്നെ അവിടെയും പറയുന്നുണ്ട്. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയാണ്. ഓക്കെ, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എത്രയാണ്? 2.5 ലക്ഷം രൂപയാണ്. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെയും സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണർമാരുടെയും ഒക്കെ തന്നെ ശമ്പളം എത്രയാണ്? അത് 2.25 2.25 ലക്ഷം രൂപയാണ് ബാക്കിയുള്ളവർക്കെല്ലാം കിട്ടുന്നത് കേട്ടോ. ഇനി നിലവിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഹീരാലാൽ സാമറിയാണ് കേട്ടോ. കേന്ദ്രത്തിൽ ആരാണ്? അത് ഹീരാലാൽ സാമറിയും. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ളത് അത് വി ഹരി നായറുമാണ്. ഓക്കെ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? അത് വി ഹരി നായറാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് നോക്കാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി, ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ പല പല വേറെ യൂട്യൂബ് ചാനൽസും ഒക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ക്ലാസ്സിലേക്ക് പോകാത്തത്. നമുക്ക് ഇതിപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസും ഒന്ന് ഡിസ്കസ് ചെയ്യാം, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ നിഷ്ഠ PSC, അതുപോലെ തന്നെ നമുക്ക് ടെലിഗ്രാമിലും ക്ലാസ്സസ് ഒക്കെ നടക്കാറുണ്ട്. അതിലും കൂടി ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ഹാപ്പി ലേണിംഗ്.